നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ മുതൽ നിങ്ങൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതാണ്. ഒത്തിരി പേരുടെ എനർജീസ് ഒന്നിച്ച് വരുന്നതുകൊണ്ട് യാതൊന്നും ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റഡ് ആക്കരുത്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ റീഡിംഗ് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സൊല്യൂഷനായിട്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം നന്നായി മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥനയോടെ റീഡിംഗ് കാണുക. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇതിൽ കൊണ്ടുവരിക. ഓക്കെ, ഓക്കെ. യൂണിവേഴ്സായി നിങ്ങൾക്ക് ഇന്ന് തന്നിരിക്കുന്ന ത്രെഡുകൾ ഇതൊക്കെയാണ്. ഇതിലെന്തൊക്കെയാണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ എംപ്രസ് എനർജിയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഉടമയായിട്ടാണ് കാണുന്നത്. സഹായിക്കാൻ മനസ്സുള്ള ഒരാളാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അവരെ നന്നായി മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ നിങ്ങളാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നു. അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ രക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. അവർക്ക് ഒരു പ്രകാശമാണ് നിങ്ങൾ എന്നവർ മനസ്സിലാക്കുന്നു. അവർക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു നിങ്ങൾ എന്നവർ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കൊപ്പം ഇനി മുതൽ എന്നും സന്തോഷമായിട്ടിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണായി അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു. ഒരു സ്റ്റെബിലിറ്റി നൽകുന്ന ഒരു സ്ഥാനമാണ് നിങ്ങൾക്ക് അവരിലുള്ളതെന്ന് അവർ മനസ്സിലാക്കുന്നു. അവർ നിങ്ങളെ സ്വപ്നം കാണുന്നു. നിങ്ങളുമായുള്ള നല്ല നിമിഷങ്ങൾ, ഇനി വരുന്ന നിമിഷങ്ങൾ, യാത്രകൾ, ഇതൊക്കെ അവർ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നു. നിങ്ങൾ അവർക്ക് അഡ്വൈസ് കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലേ? അവരുടെ എല്ലാ കാര്യങ്ങൾക്കും, അവരുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ മുന്നിൽ നിന്നൊരു അഡ്വൈസ് കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പം അതൊക്കെ വലിയൊരു സപ്പോർട്ടായിരുന്നു. എന്ത് കാര്യവും ഷെയർ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടായിരുന്നു എന്ന് അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു സപ്പോർട്ടിൽ നിന്ന ഒരാളാണ് നിങ്ങളെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിലൂടെ എപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പക്വതയുള്ളൊരു വ്യക്തി, എങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തി, വ്യക്തമായ ഡിസിഷനുള്ള, കാര്യപ്രാപ്തിയുള്ള നല്ലൊരു വ്യക്തിയായിട്ട് നിങ്ങളെ അവർ കാണുന്നു എന്നതാണ്. അങ്ങനെയൊക്കെ അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരിക്കലും അവർ നിങ്ങളോട് അത് പ്രകടിപ്പിച്ചിട്ടും ഇല്ല, പറഞ്ഞിട്ടും ഉണ്ടായിരിക്കില്ല. നീ ഇത്രയും എലിജിബിൾ ആയിട്ടുള്ള ഒരാളാണ്, നീ ഇത്രയും ബുദ്ധിയോടെയും വൈഭവത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തായിരിക്കും പിടിച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്തത് പേജ് ഓഫ് വൺസ്. ഈ റിലേഷനിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവട്ടെ എന്ന് കരുതി അവർ കാത്തിരിക്കുകയാണ്. ഓക്കെ, പേജ് ഓഫ് വൺസ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയുക, അവരെ കോണ്ടാക്ട് ചെയ്യട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ അവരിയ്ക്കുന്നത്. ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ കോളും മെസ്സേജും ഒക്കെ അവർ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അവർ നിങ്ങൾ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ടോ? അവർ കോണ്ടാക്ട് ചെയ്യാൻ സമ്മതിക്കാതെ ബ്ലോക്ക് ആക്കി അല്ലെങ്കിൽ നമ്പർ ഡിലീറ്റ് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ മാറ്റി നിങ്ങളൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരണമെന്ന് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടേതായ ഒരു കാര്യങ്ങൾ കൂടുതൽ അവർ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്. അവർക്ക് ഇനി ഭാവിയിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തന്ന് അവരിൽ നിന്നുണ്ടായ കുറവ് എന്തൊക്കെയാണോ അത് ഫുള്ളും നികത്തി മുന്നോട്ട് പോകണം എന്നവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരാനായിട്ടാണ് അവർ കാത്തിരിക്കുന്നത് എന്ന് കാണാൻ പറ്റുന്നു. ഭയങ്കര ആകാംക്ഷയോടെയാണ് ഓരോ ദിവസവും അവർ തുടങ്ങുന്ന ഒരു ആകാംക്ഷയോടാണ്. ഇന്ന് എൻ്റെ പേഴ്സൺ എന്നെ വിളിക്കുമോ, ഇന്ന് ചിലപ്പോൾ ഒരു റിയൂണിയൻ ഉണ്ടാകുമോ, അങ്ങനെയുള്ള ഓരോ തോട്ട്സിലാണ് ദിവസവും എഴുന്നേക്കുന്നത് തന്നെ. അങ്ങനെ ആകാംക്ഷയോടെയുള്ള ഒരു വ്യക്തിയാണ് പേജ് ഓഫ് വൺസ് കാണിക്കുന്നത്. അടുത്ത കാർഡായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വൺസ് ആണ്. നൈറ്റ് ഓഫ് വൺസിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. അവരൊരു ആക്ഷൻ എടുത്ത് വരാൻ നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്നതിൻ്റെ
ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ആ സമയം അവർക്കൊരു പേടി ഉള്ളിൽ വരുന്നു എന്ന ഒരു ഭയം തോന്നുന്നു നിങ്ങളെക്കുറിച്ച്. ഒരു അത് ചിലപ്പോൾ ഒരു കുറ്റബോധമായിരിക്കാം. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ക്യാരക്ടർ അനുസരിച്ച് നിങ്ങളൊരു റാണി ഒരു പവർ ഉള്ള ഒരാളാണ് നിങ്ങൾ. നിങ്ങൾ ഹൈ പവറിൽ നിൽക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പം കുറച്ച് എളിമയോടെ ആയിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കുക. കാരണം വേറൊന്നുമല്ല, നിങ്ങളുടെ റിലേഷനിലെ എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യുന്നത് നിങ്ങളാണ്. ആ റിലേഷനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കുന്നത് നിങ്ങളാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും നിങ്ങളായിരിക്കും. ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പം അതൊരു വിജയത്തിൽ എത്തുമെന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കുന്നത് നിങ്ങളായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളും ഒക്കെ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ശാസിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളായതുകൊണ്ട് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ അവരെ ശരിക്കും വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, മനസ്സിന് വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു ഇതില് ഭയം അവർക്കുള്ളിലുണ്ട്. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പറയും, അതൊരു ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു വിഷമവും, പറഞ്ഞു പോയതിൽ അവരിങ്ങോട്ട് പറഞ്ഞ വാക്കുകളിലെ കുറ്റബോധവും, ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തി അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. ശരിക്കും അവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ റിലേഷൻ ശരിയാവത്തില്ല, ഇനി മുന്നോട്ട് നമുക്ക് പോവണ്ട, ഇത് നിർത്തിയേക്കാം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ ഒരിക്കലും ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. കുറെ പേരുടെയും എനർജീസ് ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ. പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഏറെ കുറെ പേരും പറഞ്ഞായിട്ടൊക്കെ തന്നെ കാണുന്നുണ്ട് ഇങ്ങനെ. അതുകൊണ്ട് അവരുടെ മനസ്സിലൊരു അട്രാക്ഷൻ ഉണ്ടെങ്കിലും ഫുള്ളും ഡൗട്ടാണ്. തിരിച്ചു വന്നാൽ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ഡൗട്ട് വെച്ചിട്ടാണ് അവർ ഇതിൻ്റെ അകത്തോട്ട് ഒരു ആക്ഷൻ എടുത്ത് വരാതിരിക്കുന്നതെന്ന് കാണാൻ കഴിയുന്നത്. കാരണം ഇനിയും ഈ വഴക്ക് നടക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യാനുള്ള മനക്കരുത്ത് അവർക്കില്ല. ഇച്ചിരി മനക്കരുത്ത് കുറവുള്ള കൂട്ടത്തിലാണ്. നിങ്ങളൊന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിന് താങ്ങത്തില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ് അവര്. അവരെ നിങ്ങളെ തിരിച്ചു കിട്ടാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവാനായിട്ട് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു എന്താ പറയാ, ഇതില് അല്ലാതെ കാണുന്നുണ്ട് എന്തോ ഒരു എന്താ പറയാ, ഒരു ആരൊക്കെയോ നിങ്ങളെ നിയന്ത്രിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു എന്താ പറയാ, ഒരു കണ്ണ് മൂടിക്കപ്പെട്ട ഒരവസ്ഥയിൽ നിങ്ങളെ ആരോ എന്തൊക്കെയോ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറഞ്ഞു തന്ന് നിങ്ങളെ മാറ്റി നിർത്തിയതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ വല്ലതുമുണ്ടോ? അപ്പം ആ ഒരു ഇതിലും നിങ്ങൾ അങ്ങോട്ട് ചെല്ലാണ്ട് നിങ്ങളും ഒരു ഈഗോയിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. നിങ്ങളുടെ പേഴ്സൺ ഈഗോയിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പേടി കൊണ്ടാണ്, പേടിയും ഡൗട്ടും കൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് വരാത്തത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പോവാത്തത് നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടാണോ എന്നറിയില്ല. പക്ഷെ തെറ്റിദ്ധാരണയ്ക്കുള്ള കാര്യമൊന്നും ആ പേഴ്സന്റെ ഭാഗത്തുനിന്നില്ല. ആ പേഴ്സന്റെ ലവ് ജെനുവിൻ ആണെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ. അപ്പോൾ ഈ കാർഡുകളിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെ ആർക്കൊക്കെയാണ് റെസനേറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു കമ്മ്യൂണിക്കേഷനും ഒരു റീയൂണിയനും ഉണ്ടാകും തന്നെ കാണിക്കുന്നു. അത് പറഞ്ഞില്ല. ഒരു കമ്മ്യൂണിക്കേഷനും റീയൂണിയനും ഉണ്ടാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഒരാൾ ആക്ഷൻ എടുക്കുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഈഗോയിസ്റ്റ് ആണ്, അവർക്ക് ഡൗട്ടും പേടിയുമാണ്. നിങ്ങളിൽ ഒരാൾ ഉറപ്പായിട്ടും മുന്നോട്ട് വന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ ഉണ്ടാകും എന്ന് തന്നെ കാണിക്കുന്നു. ധൈര്യമായിട്ടിരിക്കാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എൻ്റെ റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കേണ്ടതാണ്. എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ. താങ്ക് യു യൂണിവേഴ്സ്.